ഹലോ ട്രെയിനീസ്, സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ സോളാർ പാനൽ ഒരു അറേ ജംഗ്ഷൻ ബോക്സിലേക്ക് എങ്ങനെ ബന്ധിപ്പിക്കാം എന്നാണ് പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ സോളാർ പവർ കണ്ടീഷനിങ് യൂണിറ്റിൻ്റെ PCU സംയോജിത ഘടകങ്ങൾ വിവരിക്കാനും PCUവിൻ്റെ പ്രവർത്തന തത്വങ്ങൾ മനസ്സിലാക്കാനും അറേ മൗണ്ട് ഇൻവെർട്ടറുകളും അതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും അറിയാനും മേൽക്കൂര മൗണ്ടിംഗ് പര്യവേഷണം ചെയ്യാനും കഴിയും. സോളാർ ചാർജ് കൺട്രോളർ, ഇൻവെർട്ടർ, ഗ്രിഡ് ചാർജർ എന്നിവയാണ് സോളാർ പവർ കണ്ടീഷനിങ് യൂണിറ്റ് അഥവാ PCU എന്ന സംയോജിത സംവിധാനത്തിന്റെ ഘടകങ്ങൾ. ബാറ്ററി ബാങ്ക്, ചാർജ് ചെയ്യുന്നതിന് ഒരു ഗ്രിഡ് അല്ലെങ്കിൽ DG സെറ്റ് അല്ലെങ്കിൽ ഒരു സോളാർ പവർ സ്രോതസ് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇത് വാഗ്ദാനം ചെയ്യുന്നു. ലോഡ്, സോളാർ പവർ ഔട്ട്പുട്ട്, ബാറ്ററി വോൾട്ടേജ് എന്നിവയെല്ലാം PCU തുടർച്ചയായി നിരീക്ഷിക്കുന്നു. തുടർച്ചയായ വൈദ്യുതി ഉപഭോഗം കാരണം ബാറ്ററി വോൾട്ടേജ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പരിധിക്ക് താഴുകയാണെങ്കിൽ PCU സ്വയമേവ ലോഡ് ഗ്രിഡിലേക്കോ DG പവറിലേക്കോ മാറ്റുകയും ഒരേ സമയം ചാർജിംഗ് ആരംഭിക്കുകയും ചെയ്യും. PCU എപ്പോഴും സൗരോർജത്തിന് മുൻഗണന നൽകുന്നു. ലോഡ് ആവശ്യകത നിറവേറ്റാൻ സോളാർ പവറോ ബാറ്ററി ചാർജറോ പര്യാപ്തമല്ലെങ്കിൽ മാത്രമേ ഗ്രിഡിലേക്കോ DG പവറിലേക്കോ തിരിയുകയുള്ളൂ. ആവശ്യമുള്ളപ്പോൾ ഗ്രിഡിലേക്കോ DG പവറിലേക്കോ തടസ്സമില്ലാതെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഇത് വിശ്വസനീയമായ ബാക്കപ്പായി പ്രവർത്തിക്കുന്നു. അങ്ങനെ തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കുന്നു. തടസ്സരഹിതമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിന് ഓട്ടോമേറ്റഡ് ഫംഗ്ഷനുകളുള്ള ഉപയോക്തൃ സൗകര്യത്തിനായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സൗരോർജം ഉപയോഗിച്ചും പരമ്പരാഗത ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെയും PCU ഊർജ സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നു. സൗരോർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇത് ഒരു ഹരിത പരിസ്ഥിതിക്ക് സംഭാവന ചെയ്യുന്നു. തുടർച്ചയായ പ്രവർത്തനത്തിനായി സോളാർ, ഗ്രിഡ് അല്ലെങ്കിൽ DG പവർ സ്രോതസ്സുകൾ സംയോജിപ്പിച്ച് ഇത് വിശ്വസനീയവും അനാവശ്യമായ പവർ സൊല്യൂഷൻ വാഗ്ദാനം ചെയ്യുന്നു. സോളാർ പവർ കണ്ടീഷനിങ് യൂണിറ്റ് അഥവാ PCU നൂതന മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് MPPT സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള സോളാർ ചാർജ് കൺട്രോളർ, ഡിജിറ്റൽ ഡിസ്പ്ലേ, പൂർണ്ണമായും സുരക്ഷിതമായ ഷോർട്ട് സർക്യൂട്ടുകൾ എന്നിവയ്ക്കുള്ള ശക്തമായ ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ ആയിരിക്കണം. കനത്ത ലോഡ് കൈകാര്യം ചെയ്യാനുള്ള സോളാർ PCU ഒരു വ്യാവസായിക രൂപകൽപ്പനയായിരിക്കും. 2 എയർ കണ്ടീഷണറുകൾ പോലെയുള്ള പവർ ലോഡിനും ഫാനും ലൈറ്റുകൾ, കമ്പ്യൂട്ടറുകൾ, പ്രിന്ററുകൾ, വീടുകൾ, ഓഫീസുകൾ, വാണിജ്യ ഇടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെറോക്സ് മെഷീനുകൾ പോലെയുള്ള ലൈറ്റിംഗ് ലോഡും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി വൻതോതിൽ നിർമ്മിച്ചതാണ്. MPPT സാങ്കേതിക വിദ്യയിലൂടെ ഇതിന് 97% വരെ പരിവർത്തന കാര്യക്ഷമത ഉണ്ടായിരിക്കുകയും റേറ്റ് ചെയ്ത കിലോവാട്ട് വരെ സോളാർ പാനലുകൾ ബന്ധിപ്പിക്കുകയും വേണം. ഇത് ശുദ്ധമായ സൈൻ തരംഗ ഔട്ട്പുട്ട് നൽകുകയും കണക്ട് ചെയ്ത ലോഡിലേക്കുള്ള സുരക്ഷയ്ക്കായി ഒന്നിലധികം MCBകളുടെ പരിരക്ഷ ഉണ്ടായിരിക്കുകയും വേണം. കപ്പാസിറ്റി KW, ടെക്നോളജി സൈൻ വേവ് MPPT മുതലായ അനുവദനീയമായ പവർ ലോഡ്, ബാറ്ററി ആവശ്യകത, സോളാർ പാനൽ വോൾട്ടേജ്, സോളാർ പാനൽ കറന്റ് തുടങ്ങിയ ഉൽപ്പന്ന മാനുവലിലെ വിവരണങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് സോളാർ PCUകൾ തിരഞ്ഞെടുക്കാം. പൂർണ്ണ ബാറ്ററി റീചാർജ് സമയം, ഉപഭോക്തൃ സൗഹൃദ നിരീക്ഷണ സംവിധാനങ്ങൾക്കായി LED ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ, ഇൻവെർട്ടർ മോണിറ്ററിംഗ് ഡിസ്പ്ലേകൾ തുടങ്ങിയവ. ഇനി നമുക്ക് ഒരു സോളാർ PCUവിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിക്കാം. LED ഡിസ്പ്ലേക്ക് ഇനി പറയുന്നവ ഉണ്ടായിരിക്കണം. ഗ്രിഡ് LED പച്ച, അതായത് ഗ്രിഡ് പവർ ലഭ്യമാണ്. PV LED പച്ച, അതായത് സോളാർ ലഭ്യമാണ്. ഇൻവെർട്ടർ LED പച്ച, അതായത് ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ആണ്. ബാറ്ററി LED അതായത് ബാറ്ററി ചാർജിംഗ്, മിന്നൽ അല്ലെങ്കിൽ ബാറ്ററി ഡിസ്ചാർജിംഗ് സ്ഥിരമായി നയിക്കുന്നത്. തകരാർ നയിക്കുന്ന ചുവപ്പ്, അതായത് ഇൻവെർട്ടർ തകരാറാണ്. LCD ഡിസ്പ്ലേക്ക് ഇനി പറയുന്നവ ഉണ്ടായിരിക്കാം. ബാറ്ററി വോൾട്ടേജ്, അതായത് ബാറ്ററിയുടെ ചാർജ് നില, ലോഡ് ശതമാനം, അതായത് മൊത്തം ഇൻവെർട്ടർ പവറിന്റെ ശതമാനമായി വൈദ്യുതി ഉപഭോഗം ഔട്ട്പുട്ട് വോൾട്ടേജ്. PV വോൾട്ടേജ്, അതായത് സോളാർ പാനൽ വോൾട്ടേജ് ജനറേറ്റിംഗ്.
PV കറണ്ട്, അതായത് സോളാർ പാനൽ ആമ്പുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്രിഡ് വോൾട്ടേജ്, അതായത് യൂട്ടിലിറ്റി ഗ്രിഡ് വോൾട്ടേജ് ലെവൽ. ഗ്രിഡ് ചാർജിംഗ് കറണ്ട്, അതായത് ബാറ്ററി ഏത് ആമ്പാണ് ചാർജ് ചെയ്യുന്നത്, വൈദ്യുതി ലാഭിച്ചു, അതായത് kWh. വാൾ മൗണ്ട് അല്ലെങ്കിൽ അറേ മൗണ്ട് ഇൻവെർട്ടർ വാണിജ്യ റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാളേഷനുകൾക്ക്, സ്ട്രിംഗ് ഇൻവെർട്ടറുകൾക്ക് ഉള്ളിൽ കാലാവസ്ഥാ നിയന്ത്രിത ലോക്ക് ചെയ്യാവുന്ന മുറിയാണ് ഏറ്റവും മികച്ച സ്ഥലം. അത് എല്ലായ്പ്പോഴും സാധ്യമല്ലെങ്കിലും ഗ്രൗണ്ട് ലെവൽ പ്ലേസ്മെന്റിന് കുറച്ച് ഓപ്ഷനുകളുള്ള സന്ദർഭങ്ങളിൽ ഇൻസ്റ്റാളർമാർ ഈ അതിലോലമായ പവർ ഇലക്ട്രോണിക്സ് മേൽക്കൂരയിൽ അറേക്ക് അടുത്തുള്ള റൂഫ് ടോപ്പിൽ സ്ഥാപിക്കുന്നു. മേൽക്കൂരയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇൻവെർട്ടറുകൾ ഇനി പറയുന്നവയാണ്: സ്ട്രിംഗ് ഇൻവെർട്ടറുകൾ, സെൻട്രൽ ഇൻവെർട്ടറുകൾ, മൈക്രോ ഇൻവെർട്ടറുകൾ. അറേ ജംഗ്ഷൻ ബോക്സ് അഥവാ AJBയുടെ സവിശേഷതകൾ മനസ്സിലാക്കുക. താഴെ പറയുന്ന എല്ലാ ഉപകരണങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കുക: അറേ ജംഗ്ഷൻ ബോക്സ് അഥവാ AGB, കമ്പൈനർ ബോക്സ്, സോളാർ പാനലുകൾ, വയറുകൾ, കേബിളുകൾ, ടൂളുകൾ, PWM, MPPT ചാർജ് കൺട്രോളറുകൾക്ക് വേണ്ടിയുള്ള ഘടകങ്ങൾ ഉപയോഗിച്ച് മൾട്ടിമീറ്ററും തുറന്ന PCBയും കൂട്ടിച്ചേർക്കുന്നു. സർക്യൂട്ട് ഡയഗ്രാം പരിശോധിച്ച് താരതമ്യം ചെയ്യുക. സോളാർ പാനലുകളിൽ നിന്ന് വയറുകൾ വരച്ച് AJBയിലെ ഇൻപുട്ട് കണക്ടറുമായി ബന്ധിപ്പിക്കുക. ഇൻപുട്ട് കണക്ടർ പരമ്പരയിൽ ബന്ധിപ്പിക്കുക. ഫ്യൂസ് DCM, CB, സർജ് പ്രൊട്ടക്ടറുകൾ എന്നിവ ബന്ധിപ്പിക്കുക. ഔട്ട്പുട്ട് സർക്യൂട്ട് ബന്ധിപ്പിക്കുക. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജും കറന്റും പരിശോധിക്കുക. മുകളിലെ കണക്ഷനുകൾ നീക്കം ചെയ്ത് സമാന്തര കണക്ഷനായി ആവർത്തിക്കുക. ഒരു സമാന്തര കണക്ഷൻ ഉണ്ടാക്കാൻ മുകളിൽ സൂചിപ്പിച്ച കണക്ഷനുകൾ നീക്കം ചെയ്ത് ആവർത്തിക്കുക. സോളാർ പാനലുകൾക്കായി സീരീസിനോ സമാന്തര കണക്ഷനോ വേണ്ടി AJBക്കുള്ളിൽ കണക്ട് ചെയ്യാനും ശ്രമിക്കുക. സോളാർ പാനൽ ഒരു അറേ ജംഗ്ഷൻ ബോക്സുമായി ബന്ധിപ്പിക്കുക എന്ന വിഷയത്തിന്റെ അവസാന ഭാഗമാണിത്. സോളാർ പവർ കണ്ടീഷനിംഗ് യൂണിറ്റിന്റെ അഥവാ PCUവിന്റെ സംയോജിത ഘടകങ്ങൾ വിവരിക്കാനും PCUവിന്റെ പ്രവർത്തന തത്വങ്ങൾ മനസ്സിലാക്കാനും അറേ മൗണ്ട് ഇൻവെർട്ടറുകളും അതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ അറിയാനും മേൽക്കൂര മൗണ്ടിംഗ് മെക്കാനിസങ്ങൾ വിവരിക്കാനും തീരുമാനത്തെ സ്വാധീനിക്കാനും ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുമല്ലോ.